മാതാപിതാക്കളെ ഹജ്ജ് ചെയ്യിപ്പിച്ചവനാണ്, ഉംറ നിർവഹിപ്പിച്ചവനാണ്. അള്ളാഹു അവന് നൽകിയ പണം അത് മാതാപിതാക്കളുടെ പ്രാർത്ഥന മൂലം കിട്ടിയ ജോലിയാ. അതിലൂടെയാണ് അവനവരെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത്, പരിശുദ്ധമായ ഉംറയ്ക്ക് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ മാതാപിതാക്കളെ കുറിച്ച് ജനങ്ങളോട് അവന് പറയുന്ന ശൈലി, എന്റെ വാപ്പയും ഉമ്മയും ഇന്ന് കഅബ കാണാൻ ഞാനാണ് കാരണമായത്, എന്റെ പൈസയാണ് ചെലവഴിച്ചത്. അൽ മന്നാൻ എടുത്തു പറയുന്നവരാണ്. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാക്കട്ടെ. അത് പറഞ്ഞ് നീ നടക്കണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസ് കേട്ടാ, നീ എടുത്തു പറയണ്ട. അവന് നാളെ മഹ്ശറിൽ ഖേദിക്കേണ്ടി വരും. വലിയ അദാബാൻ. മൂന്നാമത്തെ വിഭാഗം, മൂന്ന് കൂട്ടരാണ് മഹ്ശറിൽ ഇടങ്ങേറുണ്ടാകുക. മൂന്നാമതായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. കള്ളസത്യം ചെയ്തുകൊണ്ട് സാധനങ്ങൾ വിറ്റഴിക്കുന്നതായ കച്ചവടക്കാരില്ലയോ, അവർക്ക് നാശമാണ്, നാശമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. കള്ളസത്യം ചെയ്തിട്ട് സാധനങ്ങളെ വിറ്റഴിക്കാം. വല്ലാഹി ഇത് സൂപ്പർ ഐറ്റം ആണെന്ന് പറഞ്ഞ് ക്വാളിറ്റി ഇല്ലാത്ത സാധനത്തെ വിറ്റഴിക്കാം. അത് ഏത് സാധനമായാലും അദാബാണ്. ക്വാളിറ്റി അതിനില്ല എങ്കിൽ ഒരാൾ പറയാൻ, ഇപ്പൊ ഇത് ഫ്ലാസ്ക് കാണിച്ച്, ഈ ഫ്ലാസ്ക് കാണിച്ചിട്ട് പറയാം, ഈ ഫ്ലാസ്ക് വിൽക്കാണ്, നിങ്ങൾക്ക് വിൽക്കാണ്. സൂപ്പർ സാധനമാണ്. ചൂടുള്ള അതിനകത്തോട് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹത്ത് ഒരിക്കലും ചൂട് മാറൂല, 10 ദിവസം വരെ ചൂടങ്ങനെ നിൽക്കും എന്ന് പറയാം. ഇവൻ കൊണ്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് 1 ദിവസം പോലും നിൽക്കുന്നില്ല എങ്കിൽ നീ ആ പറഞ്ഞ വാക്കിൽ കാദിബാണ്, നിന്റെ കച്ചവടം ഹറാമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ പൈസ നിനക്ക് ഹറാമാണ്. കച്ചവടമൊക്കെ ചെയ്യുന്ന കച്ചവടക്കാര് ശ്രദ്ധിച്ചോ, നിസാരമല്ല കച്ചവടം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഇസ്ലാമിന്റെ ഖിലാഫത്ത് നടത്തിയിരുന്ന കാലഘട്ടത്തിൽ, ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ മദീനയിലേക്ക് ഇറങ്ങി, കമ്പോളത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തി അവിടെ ഈന്തപ്പന കച്ചവടം നടത്തുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് കച്ചവടം പരിചയമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഈ കച്ചവടം, അതിലുള്ളതാകുന്ന കൂട്ടുകച്ചവടം, അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാകും? ഇസ്ലാമികമായിട്ട് ഞാൻ ഈ നടത്തുന്ന കച്ചവടം അത് നടിയെ കിട്ടുമെന്ന് നോക്കുക. സീരിയല് നടിയുണ്ടോ എന്ന് നോക്കുക. ആരാ നോക്കുന്നത്? നാട്ടില് പള്ളിയിലെ പ്രസിഡന്റ് ആയിരിക്കും, ഇല്ലേ പള്ളിയിലെ സെക്രട്ടറി ആയിരിക്കും, നാട്ടിൽ വലിയ അറിയപ്പെട്ട ഹാജിയാരായിരിക്കും, നാട്ടിലെ വലിയ സമുന്ന വ്യക്തിത്വമായിരിക്കും. ഹജ്ജ് ഒരുപാട് ചെയ്ത ഹാജിയാരാ, തലയിൽ തൊപ്പി ഊരിയിട്ടുണ്ടാവൂല. പക്ഷെ സണ്ണി ലിയോന്റെ കൂടെ എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ മൂപ്പർക്ക് മരിക്കുന്നതിന് മുമ്പ് വലിയ വിഷമോ. അതുകൊണ്ടെന്താ, ഏതെങ്കിലും ഒരു സിനിമാ നടിയോ സീരിയൽ നടിയോ നോക്കിയിട്ട് സമസ്തയുടെ പണ്ഡിതന്മാരെ ഒന്നും കൊണ്ടുവരാതെ ഇത്തരത്തിലുള്ള നടിമാരെ കൊണ്ടുവന്ന് ഉദ്ഘാടിക്കുക. പിന്നെ ഉസ്താദുമാരെ കൊണ്ടുവരും. എപ്പോഴാണ് കൊണ്ടുവരുന്നത്? രാവിലെ സുബഹി കഴിഞ്ഞിട്ട് ഏതെങ്കിലും പാട്ടിലെ പള്ളിയിലെ ഖത്തീബിനെ അല്ലെങ്കിൽ മൂലിയാരെ മുത്തല്ലിം കുട്ടികളെ കൊണ്ടുവന്ന് കടയുടെ ഷട്ടർ 3/4% താഴ്ത്തിയിട്ടിട്ട് അതിനടിയിൽ കൂടെ എഴഞ്ഞു കയറിക്കോളം പറയാ. എഴഞ്ഞു കയറണം, പൊക്കിക്കയറാൻ പറ്റൂല. പൊക്കിക്കയറുന്നതാരാ? സണ്ണീലിയാണ്. അതുകൊണ്ട് പൊക്കിക്കയറാൻ പറ്റൂല. അതുകൊണ്ട് ഉസ്താദ് അടിയിൽ കൂടെ എഴഞ്ഞു കയറുക. സമസ്തയുടെ വലിയ പണ്ഡിതനായിരിക്കും, പക്ഷെ പണ്ഡിതനായിട്ട് കാര്യമില്ല, കുണ്ഠിതപ്പെട്ടേ പറ്റുള്ളൂ. ഇവിടെ വില ആർക്കാ ഉള്ളത്? പെണ്ണുങ്ങൾക്കാ വില. സിനിമ നടിക്കാൻ അല്ലേ? സിനിമ നടനാണ്. എന്നിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട്, ഉലമാക്കളെ കൊണ്ടുവന്ന് അവരെ നിന്ദിക്കുന്ന പ്രകാരം അടിയിൽ കൂടെ അകത്ത് കയറ്റിയിട്ട് യാസീൻ ഓദിച്ച് കടയ്ക്ക് വേണ്ടി ബറക്കത്തുണ്ടാകാൻ ദുആയിരുന്ന് എന്തെങ്കിലും ഒരു സാധനം അവരോട് കൊണ്ട് പേരിന് സപ്ലൈ ചെയ്യിപ്പിച്ചിട്ട് അവരെ അങ്ങ് പറഞ്ഞു വിടും. 10 മണിയാകുമ്പോഴത്തേക്കും ചെണ്ടയും പേമാരിയുമായിട്ട് ഇവിടെ കടന്നു വരുന്നതാരാ? ആനയും പേമാരിയും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് കടന്നു വരുന്നത് സിനിമാ നടി കടന്നു വരിക, ഇല്ലെങ്കിൽ സിനിമാ നടൻ വരിക. ആരുടെ കട ഉദ്ഘാടിക്കാൻ? മഹലിൽ ഏറ്റവും അറിയപ്പെട്ടതാകുന്ന സമുന്നതനായ സമ്പന്നൻ, വലിയ വ്യക്തിത്വം, ഉന്നതനായ വ്യക്തി. പക്ഷെ അദ്ദേഹം ചെയ്യുന്നതാകുന്ന കുരുത്തക്കേടിന്റെ അങ്ങേയറ്റം ഇതൊക്കെയാണ്. ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുക. ആരും ഇതിനെതിരെ പറയുന്നുമില്ല. എങ്ങനെ കച്ചവടത്തിൽ വർക്കൗട്ടുണ്ടാകും? ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇയാളുടെ കച്ചവടം മുഴുവൻ ഡിമ്മു. ആദ്യത്തെ 2-3 ദിവസം നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് അന്നത്തെ ദിവസം പറയുകയേ വേണ്ട, നല്ല തിരക്കായിരിക്കും. കാരണം ഈ നടിയെ കാണാൻ വേണ്ടിയുള്ള തിരക്കാണത്. അത് കഴിയുമ്പോ ആ തിരക്ക് കഴിഞ്ഞു.
അന്നത്തെ ദിവസം എന്തെങ്കിലും ഓഫർ ഇട്ട് കൊടുക്കുകയും ചെയ്യും. കച്ചവടം ഒന്നും ലാഭമായില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആളും തരവും പോയി. പിന്നെ ഇതേ മുസ്ലിയാരുടെ അടുക്കൽ തന്നെ ഏത് മുസ്ലിയാരെയാണോ രാത്രിയുടെ യാമങ്ങളിൽ വിളിച്ച് കടയുടെ അടിയിലൂടെ ഇടിച്ചു കയറ്റി കൊണ്ടുവന്ന് യാസീൻ ഓദിപ്പിച്ചിട്ട് 10ന്റെ 10 നോട്ട് റൗണ്ട് ചെയ്ത് പിടിപ്പിച്ച് കയ്യിൽ കൊടുത്തിട്ട് 100 രൂപ, 100ന്റെ ഒരൊറ്റ നോട്ട് കൊടുക്കൂല, 10ന്റെ 10 നോട്ട് എടുത്തിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്യും. കൈ കൊടുക്കുമ്പോ കട്ടിക്ക് ഇരിക്കട്ടെ എന്ന് കരുതി മുസ്ലിയാർ ഇതിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ കാര്യമായിട്ട് എന്തോ ഉണ്ട്. നമ്മുടെ കൗമിന്റെ സ്വഭാവമാണ് ഈ പറയുന്നത്. വീട്ടിൽ ചെന്നിട്ട് ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോ 100 രൂപ കൈ കിട്ടിയപ്പോ കരുതി 10,000 കിട്ടിയെന്ന് കരുതി ഹാജിയാരെ വട്ടം പിടിച്ചിട്ടാ വീട്ടിൽ ചെന്ന് തുറന്നു നോക്കുമ്പോ ഒന്നുമില്ല, ഖലാസ് 100 രൂപ. ഇതൊക്കെ നമ്മുടെ കൗമ ചെയ്യുന്ന പരിപാടി. ഇത് പറഞ്ഞു കൊടുക്കണ്ടേ, സമൂഹം തിരിച്ചറിയണ്ടേ. ഇങ്ങനെ ആലിമീങ്ങളെ നിന്നിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് അവസാനം സിനിമ നടിമാരെ വിളിച്ച് ലക്ഷങ്ങൾ കൊടുത്തു വിടുക. ആള് വലിയ പണ്ഡിതനായിരിക്കും, വലിയ വ്യക്തിത്വമായിരിക്കും, ഹാജിയാരായിരിക്കും. അവസാനം കട മുഴുവനും നശിച്ച് കച്ചവടം മുഴുവനും താറുമാറാകുമ്പോ ഇതേ ആലിമിന്റെ അടുക്കൽ ചെന്ന് സമസ്തയുടെ ഉലമാക്കൾ ചെന്ന് എന്തെങ്കിലും ഒന്ന് മന്ത്രിച്ചൂതി തന്നേക്ക് കടയിൽ ഒരു ബർക്കത്തിന് വേണ്ടി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോയി. കച്ചവടത്തിൽ ബർക്കത്തില്ല. ഒരു കാലഘട്ടത്തിൽ പാണക്കാട് സയ്യിദന്മാരും ബഹുമാനപ്പെട്ടതാകുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അവിടുത്തെ ഉമർ അലി ശിഹാബ് തങ്ങളടക്കം മരണപ്പെട്ടുപോയ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ, സമസ്തയുടെ ആലിമീങ്ങൾ, അവർ ഉദ്ഘാടിച്ച ഒരു ജ്വല്ലറികളോ ഒരു കടകളോ ഇന്ന് ഏതെങ്കിലും പൂട്ടപ്പെട്ടു പോയതാകുന്ന ഒരു ചരിത്രം ഏതെങ്കിലും ഒരു കട കാണിക്കാൻ പറ്റുമോ? ബറക്കത്തില്ലാത്ത ഏതെങ്കിലും ഒരു ജ്വല്ലറി എടുത്ത് കാണിക്കാൻ പറ്റുമോ? പാണക്കാട് മുത്തുളി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടിച്ചതാകുന്ന ജ്വല്ലറി ഏതെങ്കിലും ഒന്ന് ബറക്കത്ത് കെട്ടുപോയതായിട്ട് കച്ചവടമില്ലാതെ അടച്ചുപോയി മുസ്ലിയാരെ എന്ന് പറയാൻ ഒരൊറ്റ ജ്വല്ലറി കേരളക്കരയുടെ മണ്ണിൽ കാണിക്കാൻ പറ്റുമോ? എന്നിട്ടും എന്തേ സമൂഹം ഇത്തരത്തിലുള്ള ആലിമീങ്ങളെയും ഇത്തരത്തിലുള്ളതാകുന്ന സയ്യിദന്മാരെയും എന്തുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നില്ല? സിനിമാ നടന്മാരുടെയും നടിമാരുടെയും പിറകെ നമ്മൾ പോവാൻ. ആര്? സുസുന്നിയാണ് ആള്. 5 വഖത്ത് നിസ്കരിക്കും, സുന്നത്തെ ജമാഅത്ത്, മഖബറയിൽ കേൾക്കുമ്പോ ഭയങ്കര ഹോഷ്, അതിനേക്കാൾ വലിയ ആള്. റബീഉൽ അവ്വൽ വരുമ്പോ വലിയ സംഭാവന. പക്ഷെ ആരുടെ കയ്യിലിരിപ്പിതാണ് എങ്കിൽ എങ്ങനെ വല്ല സുന്നത്തെ ജമാഅത്തിന്റെ ഹുലുകാരനാകും? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈലുൽ ലിത്താജിരി ബിലാ വല്ലാഹ് വലാ വല്ലാഹ്. കച്ചവടക്കാരെ, കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദിനങ്ങളിൽ പോലും കച്ചവടം ചെയ്യുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മുസ്ലിം സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിന് ആ ക്വാളിറ്റി ഇല്ല എങ്കിൽ വൈലുൽ ലിത്താജിരി ബിലാ വല്ലാഹ് വലാ വല്ലാഹ്, അവന് നാശമാണ്, നാശമാണ്, നാശമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ലാ യഹില്ലു ലി അഹദിൻ അൻ യബീഅ ബിദാഅതഹു ഇല്ലാ അൻ യുബയ്യിന ആഫതഹു. ഒരു വ്യക്തിക്കും കച്ചവടം ചെയ്യൽ അനുവദനീയമല്ല. അതിന്റെ വരുംവരായികൾ, ആ കച്ചവട വസ്തുവിൻ്റെതാകുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കൽ കൊണ്ടല്ലാതെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരു വ്യക്തി ഒരു മൊബൈൽ വിൽക്കുക, സെക്കൻഡ് ഹാൻഡ് മൊബൈലാണ്. ഇപ്പൊ മുക്കിനൊക്കിന് മൊബൈൽ കടയാണ്. എന്താ കാരണം? നല്ല ലാഭമാണ്, ലാഭമാണ്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പക്ഷെ ഹലാല് വേണം ഒരുമിക്കാൻ മക്കളെ, നിങ്ങൾ അടങ്ങേറാവും. ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ നിന്റെ കയ്യിൽ കിട്ടി, അത് നീ വിൽക്കുക. ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും നല്ല ലാഭത്തിനെടുത്തു, ആയിക്കോട്ടെ, കൊടുക്കുമ്പോഴും ലാഭത്തിന് കൊടുത്ത പ്രശ്നമില്ല. പക്ഷെ ലാ യഹില്ലു ലി അഹദിൻ അൻ യബീഅ ബിദാഅതഹു ഇല്ലാ അൻ യുബയ്യിന ആഫതഹു. ഇതിന് ഇത്രയുള്ള ബാറ്ററി പാക്കപ്പ് ഉള്ളൂ, ഇതിന് ഇത്ര ദിവസം ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ ബാറ്ററി തീരും, ഇന്നത്രേ ഉള്ളൂ ഇതിന്റെ MH പവർ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്, ഇതിന്റെ കൂടെ ഇയർഫോൺ ഇല്ല, ഇത്ര ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ വരും വരായികളെ കുറിച്ച്, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് വേണം നീ ആദ്യം പറയാൻ, ഏത് കച്ചവടമായെങ്കിലും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഗുണം പറയണം, അതോടൊപ്പം തന്നെ അതിന്റെ ദോഷവും പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ കച്ചവടം ചെയ്ത ഉസ്താദ് ഒന്നും കച്ചവടം നടക്കൂല. ആ ഉള്ള ലാഭം മതി, അതാ ദീൻ ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ നീ കൊള്ള ലാഭമാണ് എടുക്കുന്നത്.
അപ്പൊ നിനക്ക് ദുന്യാവിനോട് പ്രേമം കൂടും, മറ്റേ നിനക്ക് ആഖിറത്തോടുള്ളതാകുന്ന റഗബത്ത്, ആഗ്രഹമുണ്ടാവും. അതാണ് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് കച്ചവടം ചെയ്യുന്നവർ ശ്രദ്ധിച്ചോ, വെറുതെ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം കൊണ്ട് മിടുങ്ങാമെന്ന് കരുതണ്ട. നാളെ ആഖിറത്തിൽ അദാബാണ്. والمنفق سلعته بالحلف الكاذب കള്ള സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങൾ വിറ്റഴിക്കുന്നവർക്ക് നാളെ നരകീയമായ ശിക്ഷയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. മാതാപിതാക്കളെ ഉംറ ചെയ്യിപ്പിച്ചവർക്ക് മാത്രമല്ല, ആ ഉംറ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഉമ്മായ ഉംറ ചെയ്യിപ്പിച്ച് വാപ്പായ ഹജ്ജിന് വിട്ടു, എന്റെ കയ്യിലുള്ള 5 ലക്ഷം മുടക്കിയിട്ടാണ് രണ്ടുപേരെയും പറഞ്ഞു വിട്ടത് എന്ന് ജനങ്ങളോട് പറഞ്ഞു നടക്കുന്നവരെ നിനക്കും അദാബാണ്, അദാബാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി എടുത്തു പറഞ്ഞു നടക്കുന്നവന് അദാബ. എന്താ നരകീയ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കാര്യമാണോ? അദാബ അദാബ എന്ന് പറഞ്ഞാൽ ചെറിയ അദാബാന്ന് കരുതരുത്. വലഹും അദാബുൻ അലീം, വേദനായ ജനകമായ ശിക്ഷ എന്ന് ഖുർആൻ പറയുന്നു. എന്താണ് സഹോദരങ്ങളെ ഈ അദാബ്? നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയെന്ന് പറയണേ. ഹബീബാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിലെ വലുത് ഞാൻ പറഞ്ഞു തരുകയില്ല, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറയാം. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ഇന്നഹു അന അഗ്ലന്നാരി അദാബാ വല്ലഹു നഅലാനി വശറാഖാൻ. നരകത്തിലേക്ക് കടന്നാലുടനെ അവന്റെ കാലിലേക്ക് തീകാൽ സൃഷ്ടിക്കപ്പെട്ടതായ ചെരുപ്പ് അവന്റെ കാലിലേക്ക് ഇട്ടുകൊടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പ് നരകത്തിലേക്ക് കടന്നാലുടനെ കാലിലേക്ക് സമാനിയാക്കണാകുന്ന ശിക്ഷയുടെ മലക്കുകൾ ഇട്ട് തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. യുഗ്ലാ മിൻഹാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജലൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ ചെരുപ്പങ്ങ് കാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ആ ചൂടവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ കഴുത്തിലൂടെ, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് ആ ചെരുപ്പിന്റെ ചൂട് ഉള്ളിലൂടെ കടന്നു വരുമത്രേ. യുഗ്ലാ മിൻഹാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജലൂ. കാലിലിട്ടതാകുന്ന ചെരുപ്പിന്റെ ചൂട് കാരണമായി നരകത്തിലെ ചെരുപ്പാണ്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പാ. ആ ചെരുപ്പാണ് കാലിലേക്ക് ഇട്ടുകൊടുക്കുക. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഈ ചെരുപ്പ് അവന്റെ കാലിലേക്ക് ഇട്ടതിന്റെ കാരണമായി അതിന്റെ ചൂടവന്റെ മുട്ടിലൂടെ, തുടയിലൂടെ, കഴുത്തിലൂടെ അവന്റെ തലച്ചോറിനുള്ളിലേക്ക് വന്നിട്ട് സെക്കൻഡിനുള്ളിൽ തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്നവരെ, മാതാപിതാക്കളെ ഹജ്ജ് ചെയ്യിച്ചു, അവർക്ക് ഞാൻ വീട് വെച്ചു കൊടുത്തു, അവർക്ക് ഞാൻ നന്മ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാകുന്ന സ്വതക്കകളെ എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് വലഹും അദാബുൻ അലീം. വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഈ പറഞ്ഞത്. ഏത്? നരകത്തിലേക്ക് ചെല്ലുമ്പോ തീയാൽ പടക്കപ്പെട്ട ചെരുപ്പ് കാലിലേക്ക് ഇട്ടു. ഹവായി ചെരുപ്പ് പോലത്തെ 2 വള്ളികളുണ്ട്. ബാത്റൂമിലൊക്കെ നമ്മൾ കയറുമ്പോൾ ചെരുപ്പില്ലേ, 2 വള്ളികളുള്ള അതുപോലത്തെ ഒരു ചെരുപ്പായിരുന്നു. ചെരുപ്പം കൂടി ഇട്ട ഉടനെ തന്നെ തലച്ചോറ് വെന്തുരുകി പുറത്തു വരും സയ്യിദുനാ റസൂലുള്ളാഹി. അതിന്റെ ചൂട് ഇങ്ങനെ ഉള്ളിക്കൂടെ എത്തും സെക്കൻഡിനുള്ളിൽ. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ സയ്യിദുനാ റസൂലുള്ളാഹി. നരകം എന്ന് പറഞ്ഞാൽ എന്താ? സുബ്ഹാനല്ലാഹ്. നരകത്തെ പറ്റി ഞാൻ 2 പാർട്ട് പറഞ്ഞത് യൂട്യൂബിലുണ്ട്. ഒന്ന് കത്തിയാളുന്ന നരകം, പിന്നൊന്ന് നരകം പറയാൻ ബാക്കി വെച്ചത്. രണ്ടും ഉണ്ട്, നിങ്ങളത് കേൾക്കണം.
നമുക്കൊരിക്കലും ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പഠിക്കേണ്ട തന്നെയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നന്നാവാൻ തോന്നും, ഭയപ്പാടുണ്ടാവും, ഹൃദയം നന്നാവും, തഖ്വ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കിയത് 2 വിറക് ചേർത്തിട്ട് കത്തിക്കല്ല നരകം എന്ന് പറഞ്ഞു. 2-3 വിറക് ചേർത്തിട്ട് കത്തിച്ചിട്ട് അങ്ങോട്ട് ഇടുകയാണ്, അതാണ് നരകം എന്ന് കരുതരുത്. ഹദീസില്ലേ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ജുമിഅ ഹതബു ദുനിയാ കുല്ലഹാ ലകാന അൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ വഅദ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാ വലൗ ജുമിഅ ഹതബു ദുനിയാ കുല്ലഹാ, ഈ ദുനിയാവിലുള്ള സകലതാകുന്ന വൃക്ഷലതാദികളും, ഈ ദുനിയാവിലുള്ള സകല സസ്യലതാദികളും മുഴുവനും ഒരു ഭൂമിയിൽ കൊണ്ടുവന്ന് ഒരു വലിയ ടൗണിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ട് അത് മുഴുവനും ഒരുമിച്ചിട്ട് കൊണ്ട് കത്തിച്ചാലും, എന്താ പറഞ്ഞത്, ഈ ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും മുഴുവൻ ഒരു സ്ഥലത്ത് വെട്ടിയിട്ടിട്ട് കത്തിക്കുക. അതിന് എത്ര സ്ഥലം വേണ്ടി വരും? ഈ കേരളം എന്ന സംസ്ഥാനം മതിയാകുമോ? ചിന്തിക്കുക. കേരളത്തിലുള്ളതാകുന്ന വൃക്ഷലതാദികൾ നമ്മുടെ ഈ മാളിക്കോത്ത് ദേശത്തുള്ള മുഴുവൻ വീടുകളിലെ മരങ്ങൾ വെട്ടിയിടാൻ മാത്രം എവിടെയാണ് ഒരു സ്ഥലമുള്ളത്? ഏത് ഗ്രൗണ്ടിൽ കൊള്ളും? ചിന്തിക്കുക. ഈ കാസർഗോഡുള്ളതാകുന്ന മുഴുവൻ, കർണാടകയിലോട്ട് പോയി എത്ര കാടുകളാണ്, ആ വൃക്ഷലതാദികൾ മുഴുവനും. ഇന്ത്യയിലുള്ള മുഴുവൻ കാടുകളല്ല, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികൾ. അപ്പൊ എത്ര വൃക്ഷങ്ങളായി, എത്ര കാടുകളിലുള്ള മരങ്ങൾ മുഴുവനും. അത് മുഴുവനും ഇട്ട് ഒരുമിച്ചിട്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, കത്തിച്ചൊരിക്കുന്ന ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് വളരെ ചെറുതാണ് കേട്ടോ സയ്യിദുനാ റസൂലുള്ളാഹി. ആർക്കും തള്ളാൻ പറ്റൂല, ഒരു മുജാഹിദും തള്ളൂല, ഒരു ജമാഅത്തും തള്ളൂല. തള്ളി അങ്ങോട്ട് പോകാറുള്ളതാണ്, അങ്ങനെ തള്ളൂ. അല്ലാഹു നമ്മളക്കാകട്ടെ. ഒരു ബിദ്അത്തിന്റെ ആൾ ഇത് തള്ളൂല. നരകത്തെ പറ്റി പറയാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لو أن ثوبا من ثياب أهل النار لو علق بين السماء والأرض لمات جميع الأرض من نتنها أو من حرها صدق رسول الله. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ലൗ അന്ന സൗബൻ മിൻ സിയാബി അഹ്ലിൻ നാർ, ആകാശഭൂമികളിലുള്ളതാകുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് നരകാവകാശികൾക്ക് അല്ലാഹു നൽകുന്നതായ വസ്ത്രമങ്ങാണം ഒന്നോടക്കിയിട്ടാൽ, നരകത്തിൽ ചെല്ലുമ്പോ എന്തുണ്ട്? ചെരുപ്പ് കിട്ടുന്നത് പോലെ വസ്ത്രമുണ്ട്. അല്ലാഹു നമ്മൾ ആ വസ്ത്രത്തെ തൊട്ടൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ആ വസ്ത്രമൊക്കെ ചെറിയ വസ്ത്രമല്ല, അത് ഇട്ട് കഴിഞ്ഞാൽ സുഖമൊന്നല്ല, ഇട്ട് കഴിഞ്ഞാൽ അദാബിന്റെ വസ്ത്രമാണ്. ചെരുപ്പ് സാധാരണ നമുക്ക് ഇവിടെ നൽകുന്നതൊന്നും അവിടെ എന്തല്ല, സുഖത്തിന് വേണ്ടിയുള്ളതല്ല. ഇവിടെ നമുക്ക് ചെരുപ്പിടുന്നത് എന്തിനാ? കാലിൽ മുള്ളു തറയ്ക്കാതിരിക്കാനാണ്. അവിടെ ചെരുപ്പിടുന്നത് എന്തിനാ? കാലിലൂടെ ചൂട് വന്നിട്ട് തലച്ചോറ് വെന്തുരുകി പുറത്തു വരാനാണ്. ഇവിടെ നമ്മൾ വെള്ളം കുടിക്കുന്നതിനാ? ദാഹം ശമിക്കാനാണ്. അവിടെ തൊണ്ടയിൽ കെട്ടുന്നതാകുന്ന മുള്ളുള്ള ചൂടുവെള്ളമാണ് അല്ലാഹു തരുന്നത്. മുള്ളുകൊണ്ട് ഇങ്ങനെ തൊണ്ട കീറി 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 അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്ദ്വാരത്തിലൂടെ പുറത്തു വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ അല്ലാഹു? അത് കുടിച്ചാല്, ആ വെള്ളം കുടിച്ചാല് ആമാശികൾ കരിഞ്ഞ് ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വെള്ളം നേരെ വന്നിട്ട് പിന്ദ്വാരത്തൂടെ പുറത്തോട്ട് ചാടും. സയ്യിദുനാ വിശുദ്ധ ഖുർആൻ അവരുടേതാകുന്ന ആമാശയങ്ങളെ മുറിച്ച് 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 അവസാനം മാംസപിണ്ഡത്തോടൊപ്പം പിന്ദ്വാരത്തിലൂടെ പോകുമേ എന്ന് വിശുദ്ധ ഖുർആൻ.
അതായത് ഇവിടെ കിട്ടുന്നതാകുന്ന ഒരു സുഖമായിരിക്കൂല അവിടെ കിട്ടുന്നത്. അവിടെ വെള്ളം കിട്ടുന്ന അദാബിന. അവിടെ ചെന്നിട്ട് വെള്ളം ചോദിച്ചാൽ ഈ വെള്ളമാണ്. കുടിപ്പിക്കപ്പെടുന്നത് ചൂടുവെള്ളം. അതിൽ തന്നെ നല്ല മുള്ള് ഉള്ള വെള്ളം, ആ മുള്ളു കൂടി ചേർത്തിട്ടുള്ള ചൂടുവെള്ളമാണ് നരകാവകാശികൾക്ക് അല്ലാഹു കുടിപ്പിക്കുക. അതുകൊണ്ട് തന്നെ വസ്ത്രം കിട്ടുമെന്ന് കരുതും നമ്മൾ കരുതും ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്ന വസ്ത്രമാണ്. അല്ല, ചൂടുള്ള വസ്ത്രം വലിയ ദുർഗന്ധമായിരിക്കും. ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദുർഗന്ധം. ആര് പറയാ? ഹദീസല്ലേ, പ്രവാചകൻ പറയാ, ലൗ അന്ന സൗബൻ മിൻ സിയാബി അഖിലിൻ നാർ, നരകാവകാശികൾ